നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കാർലോ ആഞ്ചലോട്ടി ബ്രസീൽ ടീമിൻ്റെ കോച്ചായി വന്നതിന് ശേഷം ഒരിക്കൽ പോലും എൻട്രിക്കിനെ അദ്ദേഹം ബ്രസീൽ ടീമിലേക്ക് എടുത്തിട്ടില്ല. അതിന് കാരണം അറിയാലോ, ജൂണിലാണ് കാർലോ ആഞ്ചലോട്ടി ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് എത്തുന്നത്. ആ സമയത്ത് ഇപ്പോൾ എൻട്രിക്ക് പരിക്കിൻ്റെ പിടിയിലായിരുന്നു. പിന്നെ പരിക്ക് മാറി വന്നതിന് ശേഷം സാബിയോ അലോൺസോ എൻട്രിക്കിനെ കളിപ്പിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഘട്ടത്തിൽ ആഞ്ചലോട്ടിയുമായി ബന്ധപ്പെട്ടു. ആഞ്ചലോട്ടി പറഞ്ഞു, മറ്റെവിടേക്കെങ്കിലും പോവുക, കളിക്കുക, പ്ലേയിങ് ടൈം കിട്ടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് വേൾഡ് കപ്പിനൊക്കെ പോകണമെങ്കിൽ. സോ കൃത്യമായിട്ട് താരം അതുപോലെ തന്നെ പ്രവർത്തിച്ചു. അദ്ദേഹം ഒളിമ്പിക് ലിയോണിലേക്ക് ചേക്കേറി. ഇപ്പോഴിതാ അടുത്ത കോളപ്പിൻ്റെ തൊട്ടരികിൽ നിൽക്കുമ്പോൾ അവൻ ലീഗ് 1 കഴിഞ്ഞ മാസത്തെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട് ആ ട്രോഫിയും വാങ്ങി നിൽപ്പാണ്. ആഞ്ചലോട്ടിക്ക് അവനെ അവഗണിക്കാൻ പറ്റില്ല എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. യെസ്, ഒളിമ്പിക് ലിയോണിൽ മികച്ച പ്രകടനം നടത്തിയ താരം 10 ഗെയിമുകളിൽ നിന്ന് 9 ഗോൾ കോൺട്രിബ്യൂഷൻസാണ് നേടിയിട്ടുള്ളത്. ലീഗ് 1 പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരവും നേടി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആഞ്ചലോട്ടി അടുത്ത കോളപ്പിലേക്ക് പോവുകയാണ്. മാർച്ച് 16 ബ്രസീൽ ടീമിൻ്റെ ഫ്രാൻസിനെതിരെയും ക്രൊയേഷ്യക്കെതിരെയുമുള്ള മത്സരങ്ങൾക്കായുള്ള സ്ക്വാഡ് പ്രഖ്യാപിക്കുക. അതിനുള്ള പ്രിലിമിനറി ലിസ്റ്റിൽ ഇപ്പോൾ ആഞ്ചലോട്ടി എൻട്രിക്കിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എൻട്രിക്കിനെ അദ്ദേഹം ഫൈനൽ ലിസ്റ്റിലും ഉൾപ്പെടുത്തും എന്ന് തന്നെയാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചന. 19 വയസ്സേ ഉള്ളൂ എൻട്രിക്കിന്. ബ്രസീൽ വലിയ പ്രതീക്ഷ വെക്കുന്ന താരമാണ്. റയൽ മാഡ്രിഡിൽ എത്തിയിട്ട് ആഞ്ചലോട്ടിയുടെ കീഴിൽ അദ്ദേഹത്തിന് കുറച്ചൊക്കെ അവസരങ്ങൾ ലഭിച്ചിരുന്നു. കിട്ടിയ അവസരങ്ങൾ അദ്ദേഹം ഗോളും അടിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ സാബി അലോൺസോക്ക് അത്രയങ്ങ് പിടിച്ചില്ല താരത്തെ. അത് യുവതാരത്തിൻ്റെ വളർച്ചയ്ക്ക് തിരിച്ചടിയാവുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ ലോണിലാണെങ്കിലും മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട്. ബ്രസീൽ ടീമിനായിട്ട് ഇതുവരെ 14 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ട് 3 ഗോളുകൾ നേടിയിട്ടുള്ള കളിക്കാരനാണ്. വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതിന് മുന്നോടിയായിട്ട് മാർച്ച് മാസത്തെ ഈ കോളപ്പിൽ അവനുണ്ടാകുമെന്ന് തന്നെ കരുതാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.